HOD ആയിട്ടുള്ള ഡോക്ടർ റാമിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം കുടുംബം ഉന്നയിക്കുന്നത്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും DGPക്ക് പരാതി നൽകുമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇപ്പോൾ ഇവിടെ കുടുംബത്തെ സന്ദർശിക്കാനായിട്ട് റഹീം MP എത്തിച്ചേർന്നിട്ടുണ്ട്. ന്യൂസ് മലയാളത്തോട് അദ്ദേഹം ചേരുന്നുണ്ട്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം, ഇത്തരം മരണങ്ങൾ കേരളത്തിൽ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എത്തരത്തിലായിരിക്കും ഈ നീതി നേടിക്കൊടുക്കുക? നീതി നേടാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ പാർട്ടി കൂടെ ഉണ്ടാവും. ചലനമറ്റ ശരീരത്തിനരികിലിരുന്ന് അച്ഛനും അമ്മയും ഞങ്ങളോട്, എന്നോടും ബഹുമാനപ്പെട്ട ഇവിടുത്തെ MLA-യോടും ആവശ്യപ്പെട്ടത് നീതി വേണം, ആ പോരാട്ടത്തിൽ കൂടെ ഉണ്ടാകണമെന്നാണ്. അത് ഞങ്ങളുണ്ടാകും. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇത് വാടക വീടാണ്. സ്വന്തമായൊരു വീട് തന്നെ അവർക്ക് ഇങ്ങനെ താമസയോഗ്യമായൊരു വീടില്ല. അവരുടെ അത്ര ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരു നല്ല നിലയിലെത്തണം എന്ന ആഗ്രഹത്തിലായിരുന്നു. നിതിനാണെങ്കിൽ ഈ കാര്യത്തിൽ ഈ ബിരുദത്തിലേക്ക് എത്തണമെന്നുള്ള നല്ല ശ്രമമുണ്ടായിരുന്നു. തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് അപ്പോൾ ഇതിൽ കിട്ടുന്നത്. സമൂഹത്തിൽ നന്നായിട്ട് ഇടപെട്ടിരുന്നയാളാണ്. ഇവിടെ SFIയിലെല്ലാം നേരത്തെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന, കോവിഡ് കാലത്തെല്ലാം നാട്ടിൽ സമൂഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. അങ്ങനെയുള്ള നാടിനാകെ വേണ്ടപ്പെട്ട ഈ വീടിൻ്റെ ഏക തുണയായിരുന്ന നിതിൻ രാജിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിന് ഞങ്ങൾ കൊടുക്കുന്ന വാക്ക്, ആ നിയമ പോരാട്ടത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും. 2 പേർക്കെതിരെയാണ്, 2 അധ്യാപകർക്കെതിരെയാണ് ഇപ്പോൾ വളരെ ശക്തമായ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഉയർന്നു വന്ന ആരോപണങ്ങൾ എല്ലാ തലത്തിലും അന്വേഷിക്കണം. ആത്മഹത്യയാണോ എന്ന സംശയം തന്നെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് മുൻവിധികളില്ലാത്ത അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം. ആ അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ആ കുടുംബത്തോടൊപ്പം ഞങ്ങളുണ്ടാകും ആ നിയമ പോരാട്ടത്തിൽ എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നെ ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ടിത് കേരളത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു എന്നതാണ്. തീർച്ചയായും പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാതെ ജാതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ കാണുന്നു. അതിൻ്റെ മേൽ വിവേചനം മനസ്സുകൊണ്ട് വിഭജിക്കുന്നു. ഇത് വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ചിലർ പ്രകടിപ്പിക്കും, കുറേ പേര് മനസ്സിൽ കൊണ്ടു നടക്കും. അപ്പോൾ പ്രകടിപ്പിക്കുന്നതും മനസ്സിൽ കൊണ്ടു നടക്കുന്നതുമെല്ലാം ഒരേപോലെ തന്നെയാണ്. എത്ര നിന്ദ്യമായ കാര്യമാണ്, എത്ര മോശപ്പെട്ട കാര്യമാണ്. അതിനേക്കാൾ മോശപ്പെട്ടൊരു കാര്യമുണ്ടോ? എത്ര ബിരുദമുണ്ടായിട്ട് എന്താ കാര്യം, എന്ത് ജോലി ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഇവർ പറയുന്ന പോലെ ഒരാൾ HOD ആണ്, വേറൊരു പ്രധാനപ്പെട്ട അധ്യാപകനാണ്. അവരുടെ ബിരുദങ്ങൾ കൊണ്ട് എന്ത് കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് പലരുടെയും മനസ്സിൽ, ഇത് മാത്രമല്ല, ഇവർ 2 പേര് മാത്രമായിരിക്കില്ല, ഒരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആണല്ലോ ഈ കണ്ടത്. സമൂഹത്തിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെയെങ്കിലും മനസ്സിൽ ഇത്തരത്തിലുള്ള ബോധം നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യമാണ്. അപ്പോൾ അതിനെതിരായ പോരാട്ടമാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവത്തെ നിലനിർത്തുന്നതിനും കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളാണ് ഇതിൻ്റെ തുടർച്ചയിൽ വേണ്ടത്. അതാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. അങ്ങനെ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റൂ. ബോധത്തിൻ്റെയാണ്, സമീപനത്തിൻ്റെയാണ്, മനസ്സിൻ്റെതാണ് പ്രശ്നം. അത് മാറ്റണമെങ്കിൽ തുടർച്ചയായ അത്തരം ക്യാമ്പയിനുകൾ കൊണ്ടേ പറ്റുള്ളൂ. ഈ വിഷയത്തിൽ കൃത്യമായും ഇരയ്ക്ക് വേണ്ടിയിട്ടുള്ള, ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള നീതി ലഭ്യമാക്കുന്നത് വരെയുള്ള പോരാട്ടത്തിൽ CPM കൂടെ ഉണ്ടാകും. അത് ആ കുടുംബത്തിന്, അച്ഛനും അമ്മയ്ക്കും അവിടെ വെച്ച് നൽകിയ ഉറപ്പാണ്. ആ മൃതശരീരത്തിനകത്ത് വെച്ച് നൽകിയ ഉറപ്പ്, ആ ഉറപ്പ് പാലിക്കും.